നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്റ്റെയർ കേസ് LED കണ്ടില്ലേ നിങ്ങൾ? ഓരോ കാലിങ്ങനെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ സ്റ്റെപ്പ് ലൈറ്റെത്തി ഇങ്ങനെ കയറിപ്പോണേ ആ സാധനമാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷനാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ചെയ്യാൻ പൂതിലുള്ളവർക്കൊക്കെ അറിയാത്തവർക്കൊക്കെ പഠിക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 32 സ്റ്റെപ്പിന് കൊടുക്കാനുള്ള രീതിയാണ്. ഇതുമുള്ള നോബുകളും കാര്യങ്ങളും കാണിച്ചു തരാം. ഇതൊന്നും കണ്ടില്ലേ? ഇവിടെ ന്യൂട്രൽ 1 മുതൽ 8 വരെ ന്യൂട്രൽ ഉണ്ട്. അതേമാതിരി ന്യൂട്രൽ 1 മുതൽ 8 വരെ അതിൻ്റെ പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് അതിന് നമ്മൾ സ്റ്റെപ്പിൻ്റെ LED കൊടുത്ത് സ്ലിപ്പ്, അതായത് ന്യൂട്രൽ 1 കൊടുത്ത് ന്യൂട്രൽ 2 കൊടുത്ത് അതേമാതിരിക്കാണ് ഇതൊക്കെ കൊടുത്തത്. 9 കൊടുത്ത് 9 കൊടുത്ത്. അപ്പോൾ ഞാനിത് ഗ്യാപ്പിട്ട് ഓരോതിൽ കാണിച്ചാണ്. ഇത് നമ്മൾ ഒന്നാമത്തെ കൊടുക്കണമെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് 1 കൊടുക്കുക, രണ്ടാമത്തെ സ്റ്റെപ്പ് 2 കൊടുക്കുക, മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ന്യൂട്രൽ 3 കൊടുക്കുക. അതേമാതിരി ന്യൂട്രലുകൾ ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ഫേസ് പോസിറ്റീവ് 1 കൊടുക്കുക, 2 കൊടുക്കുക, അങ്ങനെയാണ് പോരേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാണ് ഇത് എത്രയും കൊടുക്കുക. ഇവിടെ ഇതിങ്ങനെ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഇത് 1 ഇവിടെ തുടങ്ങി ഇങ്ങനെ പോരുമെന്ന് പറഞ്ഞു. ഇവിടെ ആരോ മാർക്കും കിട്ടുക തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആരോ മാർക്ക് കാണിച്ചത്. കാരണം ഇത് കൂടെയാണ് തിരിച്ച് പോകുന്നത്. അതിൻ്റെ അക്കം അങ്ങനെയാണ് വരുന്നത്. ഇവിടെ 16 കഴിഞ്ഞാൽ പിന്നെ 17ൻ്റെ പോസിറ്റീവ് ഇവിടെയാണ്, 17ൻ്റെ നെഗറ്റീവ് ഇവിടെയാണ്. അപ്പോൾ അത് നോക്കി തന്നെ കൊടുക്കണേ. അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഓരോന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇത് വർക്ക് ചെയ്യുന്ന കാണിച്ചില്ല. എന്നിട്ട് ഇവിടെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഒരു SMS എടുത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 400 വാട്ട്സിൻ്റെ ഒരു SMS ആണ് എടുത്തത്. നല്ല പവറുള്ള SMS കൊടുക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷന്. നിങ്ങൾക്ക് ഇതൊക്കെ വരാനുള്ളത് നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റെപ്പിൻ്റെ താഴത്ത് കയറുമ്പോൾ സെൻസർ ഇവിടെയും കൊടുക്കാണ്ട്, മേലെ അവസാനിക്കുന്നിടത്ത് സെൻസർ ഇവിടെയും കൊടുക്കാണ്ട്. ആ 2 സെൻസറാണിത്. അപ്പോൾ ഇതും കൂടി ഞാൻ കണക്ട് ചെയ്യുക. ഇത് 2 പിന്ന്, ഈ കാണുന്ന പിന്നാണ് കണക്ട് ചെയ്യുന്ന ആവശ്യമുള്ളൂ. ഈ 2 പിന്ന് കണക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് വയറിനനുസരിച്ച് നിങ്ങൾ നീട്ടം കൂട്ടുക. ഈ സെറ്റിൻ്റെ ഇപ്പോൾ വയറും കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടി കണക്ട് ചെയ്തിട്ട് കാണിച്ചേ. നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻസർ, ഒരു സെൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് അത് നേരെ പോയിട്ട് നമ്മൾ സ്റ്റെപ്പ് ഇവിടെ വെക്കണേ അവിടെ ഈ സെൻസർ വെക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതിൻ്റെ ഇപ്പോൾ ഒരു സാധനം കിട്ടും. ഇത് വെക്കണം. അതിൻ്റെ റിഫ്ലക്ഷനാണ്. ഇതുമ്പോൾ തട്ട് എത്ര ഇതിന് വേണ്ടിയെന്നുള്ളത്. ഈ ഗ്യാപ്പ് കൂടെ സ്റ്റെപ്പ് കയറി പോകുമ്പോഴേ ഇത് കത്തും, ഓൺ ഓഫ് ആവുള്ളൂ. അതുപോലെ തന്നെ മറ്റേ സെൻസറിൻ്റെ വയർ ഞാൻ കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഈ സാധനം വെക്കണം. കാരണം ഇത് കൂടെ പാസ് ചെയ്യുമ്പോഴേ അത് ഓൺ ഓഫ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര സ്റ്റെപ്പ് വേണോ, ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ സെറ്റിങ്സിൻ്റെ ഉണ്ട്. ഇത് നെക്കിയാണ്ട് ഒരു നെക്കി പിടിക്കുക. ആ നെക്കി പിടിക്കുമ്പോൾ ഇതാ ഒന്നാമത്തെ സ്റ്റെപ്പ് കത്തി. ഇപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ഇവിടെ 1 എന്നുണ്ടല്ലോ ലൈറ്റ് കത്തുന്നുണ്ട്, കാണണ്ടല്ലോ നീല ലൈറ്റ്. അപ്പോൾ നമുക്ക് എത്ര സ്റ്റെപ്പ് വേണോ അതിക്ക് ഇങ്ങനെ ആക്കിയപ്പോൾ 2 സ്റ്റെപ്പ് കത്തി, 3ാമത്തെ സ്റ്റെപ്പ് കത്തി, 4ാമത്തെ സ്റ്റെപ്പ് കത്തി, 5ാമത്തെ സ്റ്റെപ്പ്. നമുക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ടോ ആ സ്റ്റെപ്പിനനുസരിച്ച് ഇതിങ്ങനെ കൊടുക്കുക. ഇപ്പോൾ 2ാമത്തെ LED ഇവിടെ തെളിഞ്ഞിട്ടോ. LED ഫുള്ള് സ്റ്റെപ്പിനും കൊടുത്താൽ ഫുള്ളും കത്തും. ഇപ്പോൾ നമ്മൾ ഗ്യാപ്പിട്ട് വെച്ച് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് എത്ര സ്റ്റെപ്പ് ഉണ്ട്, 30 സ്റ്റെപ്പൊന്നും ഉണ്ടാവില്ല. എത്ര സ്റ്റെപ്പുള്ളത് ആ സ്റ്റെപ്പിനനുസരിച്ച് വെക്കുക. ഞാൻ അതിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് സ്റ്റെപ്പും കൊടുത്ത്, അപ്പോൾ ഫുള്ള് സ്റ്റെപ്പും കത്തി. അപ്പോൾ ഒക്കെ വർക്ക് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ കണക്ട് ചെയ്താൽ ഒക്കെ വർക്ക് ചെയ്തിട്ട് മനസ്സിലാകും. എന്നിട്ട് ഇതൊന്ന് നെക്കി പിടിക്കുക. നെക്കി പിടിച്ചാൽ ഒന്ന് കട്ട് ഓഫ് ആവും. ഇപ്പോൾ ഓഫായി. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ലൈറ്റിൻ്റെ ഇവിടെ അങ്ങനെ ഉണ്ട് ഫുള്ള്. ഇതിൻ്റെ ഡിലേ ആണ്. ഡിലേ ടൈം പറഞ്ഞാൽ എത്ര ടൈം ഓരോ സ്റ്റെപ്പ് എത്ര ഗ്യാപ്പിട്ട് കത്തേണ്ടതെന്നില്ലേ. 1 മെമയം കത്തും, 2 ഒന്നും കൂടി വെയിറ്റ് ചെയ്ത് കത്തുക, 3 ഒന്നും കൂടി വെയിറ്റ് ചെയ്ത് കത്തുക, 4 കൂടുതൽ വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയാണ് വേണ്ടിയെന്നുള്ളത്. അപ്പോൾ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡിലേ ടൈമിംഗ് ആണ് സമയം എടുക്കണത്. ഇതിൻ്റെ അടിയിലൊക്കെ 4 സ്റ്റെപ്പിന് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ 32 സ്റ്റെപ്പിൻ്റെ ഗ്യാപ്പ് നമ്മൾ സെറ്റ് ചെയ്തത്. അതാണ് ഇങ്ങനെ ടൈം എടുക്കണേ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സെൻസർ, ഈ 2 സെൻസർ നോക്കി ഞങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഒരു ഇൻഡിക്കേഷന് ഇവിടെ ഏത് സെൻസറിൽ ആൾ വരുന്നത്. അപ്പോൾ അവിടെ മുറിച്ച് കിടന്ന് ഇവിടെ ഇൻഡിക്കേഷൻ എത്തും. എന്താ വെച്ചാൽ അവിടെ ഇതിൻ്റെ അടി കൂടെ കൈ വെച്ചാൽ 2ൻ്റെ അടിയിൽ കൂടെ അവിടെ വെച്ച് ഇതുകൂടെ നടക്ക്. ഓക്കെ, ഇതേ ഈ 2 സെൻസറിൻ്റെ അടിയിൽ കൂടെ നമ്മൾ സ്റ്റെപ്പുമ്പോൾ കയറുമ്പോൾ ഇങ്ങനെ പോകും. ഇങ്ങനെ പോകുമ്പോഴേ അവിടെ കത്താൻ തുടങ്ങി. 1ാമത്തെ സ്റ്റെപ്പ് കത്തി, 2ാമത്തെ സ്റ്റെപ്പ് കത്തി, 3ാമത്തെ സ്റ്റെപ്പ് കത്തി, 4ാമത്തെ സ്റ്റെപ്പിന് ഡിലേ ടൈമിങ്ങിനനുസരിച്ച് നിൽക്കും. ഇതാ ടൈമിംഗ് ആയപ്പോൾ അത് കത്തി. അത് 2 അടിയത്തെ സ്റ്റെപ്പ് കൊണ്ട് ഓഫായി വരുന്നുണ്ട്. അടിയിൽ നിന്ന് ഇങ്ങനെ ഓഫായി ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം.
അപ്പോൾ ഏത് സെൻസറിൻ്റെ അടുത്താണോ നമ്മൾ മുറിച്ചെടുക്കണേ അപ്പോൾ ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കും ഏത് സെൻസറാണ് ഓൺ ആയത് എന്നുള്ളത്. അപ്പോൾ അതാ ഇവിടെ സെൻസർ വെക്കുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ പ്ലേറ്റ് എന്തായാലും വെക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ഇതിൻ്റെ എന്താ പറയുക സെൻസറിൻ്റെ കിരണങ്ങൾ ഏതൊരു പൂണേന് ബ്ലോക്ക് കൊടുക്കണം. അതിന് ബ്ലോക്ക് കൊടുത്താൽ നമ്മൾ ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ കത്താൻ തുടങ്ങി. ഫസ്റ്റ് ഏത് സെൻസറാണോ കൊടുത്ത ആ സെൻസറിൻ്റെ ഭാഗത്തുള്ള ഫസ്റ്റ് കത്തും, രണ്ടാമത് കത്തും, അങ്ങനെ മൂന്നാമത് കത്തും, അങ്ങനെ കത്തി വരും. അതേമാതിരി മുകളിൽ നിന്ന് ഓഫായിട്ട് വരും ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഡിലേ ടൈം കൊടുത്തിട്ടില്ല. ആ ഡിലേ ടൈമിനനുസരിച്ചായിരിക്കും അതിൻ്റെ സ്പീഡ്. ഫാസ്റ്റ് ആക്കണമെങ്കിൽ ഒരു LED കത്തിയാൽ മതി, അല്ലെങ്കിൽ ഡിലേ ടൈം ഫുൾ LED കത്തിയാൽ സ്ലോ ആകുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം.